ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അടുത്തൊരു നിർണായകമായ ഇന്നിംഗ്സ് സഞ്ജു സാംസണിൽ നിന്നും കാണാനായിട്ട് കഴിഞ്ഞ ഇന്നലത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരത്തിൽ നിന്നും നമുക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞ ചില ഫൺ മൊമെന്റ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരെ അറിയിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും സഞ്ജു സാംസൺ 89 റൺസ് എടുത്ത ഒരു കിടിലൻ ഇന്നിംഗ്സ് ആണല്ലോ ഇന്നലെ ഇംഗ്ലണ്ടിനെതിരായിട്ട് നാം കണ്ടത്. അത് മത്സരത്തിലെ ഗതി തന്നെ നിർണ്ണയിക്കുന്ന ഒരു ഇന്നിംഗ്സ് ആയിട്ട് മാറി. ഒരുപക്ഷെ സഞ്ജു സാംസന്റെ ഇന്നിംഗ്സ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നലത്തെ മത്സരത്തിന്റെ ഫലം മറ്റൊന്നായിരുന്നേനെ എന്നാണ് ക്രിക്കറ്റ് നിരൂപകർ തന്നെ അഭിപ്രായപ്പെടുന്നത്. ഇന്നലെ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിന് തൊട്ട് മുൻപേ ദേശീയ ഗാനമുണ്ടല്ലോ, അതിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം നടക്കുമ്പോൾ ഒരു കുട്ടി പ്രാർത്ഥിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. സഞ്ജു സാംസണോടൊപ്പം നിന്നിരുന്ന ഒരു കുട്ടിയാണ് കണ്ണുകൾ അടച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് കണ്ടത്. ഇപ്പോഴത്തെ ആ കുട്ടി പ്രാർത്ഥിച്ചതുപോലെ ഇന്ത്യ വിജയിക്കുക മാത്രമല്ല, സഞ്ജു സാംസൺ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയെടുക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കണ്ടത്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയതാണ് ആ കുട്ടിയുടെ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ സഞ്ജുവിന്റെ ഇന്നിംഗ്സും. ഒരു ഫൈനലിന് തുല്യമായ സെമി ഫൈനൽ ആണല്ലോ ഇന്നലെ നടന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം കാണാനായിട്ട് സെലിബ്രിറ്റീസിൽ നിന്നും ഒരുപാട് പേർ എത്തുകയുണ്ടായി. MS ധോണി, രോഹിത് ശർമ്മ, രൺബീർ കപൂർ, അനിൽ കപൂർ, ആലി ഭട്ട് തുടങ്ങിയ നിരവധി സെലിബ്രിറ്റീസിനെ സ്റ്റേഡിയത്തിൽ കാണാനായിട്ട് കഴിഞ്ഞു. അതിനിടയിൽ ഒട്ടനേകം രസകരമായ മുഹൂർത്തങ്ങൾ കാണാനായിട്ട് കഴിഞ്ഞു. ബുംറ എടുത്തൊരു ക്യാച്ച് ഔട്ടാണെന്ന് കരുതി തുള്ളിച്ചാടുന്ന ധോണിയുടെ ഭാര്യ സാക്ഷിയെയും അത് ഔട്ടല്ല എന്ന് പറഞ്ഞ് സാക്ഷിയെ പിന്തിരിപ്പിക്കുന്ന MS ധോണി എല്ലാം തന്നെ ഇന്നലത്തെ സ്റ്റേഡിയത്തിലെ കൗതുക കാഴ്ചയായിട്ട് മാറി. ധോണിയുടെ ഭാഗ്യ നമ്പറും അതോടൊപ്പം തന്നെ ജേഴ്സി നമ്പർ എല്ലാം തന്നെ 7 ആണല്ലോ. ജൂലൈ മാസം 7-ാം തീയതിയായിരുന്നു ധോണിയുടെ ജന്മദിനം. ചിലപ്പോഴൊക്കെ ഇന്ത്യൻ ടീമിന്റെയും CSKയുടെ എല്ലാം തന്നെ ഭാഗ്യ നമ്പറായിട്ട് 7 മാറാറുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ 7 സിക്സ് അടിച്ചത് ധോണി സ്റ്റേഡിയത്തിലുള്ളത് കൊണ്ടാണ് എന്നാണ് IPL ടീമുകളിൽ ഒന്നായ ഡൽഹി ക്യാപിറ്റൽസ് പറയുന്നത്. ഇന്നലെ 7 റൺസിനായിരുന്നല്ലോ ഇന്ത്യൻ ടീം ജയിച്ചത്. ആ 7 റൺസിന് വിജയിക്കാൻ കാരണം ധോണിയാണ് എന്നാണ് പഞ്ചാബ് കിങ്സും ഫൺ രൂപത്തിൽ പറയുന്നത്. എന്തായാലും ആകെ മൊത്തത്തിൽ നല്ല ഒരുപാട് മുഹൂർത്തങ്ങൾ കാണാനായിട്ട് സെമി ഫൈനലിൽ സാധിച്ചിട്ടുണ്ട്. ഇനി ഫൈനലിനായിട്ട് കാത്തിരിക്കാം.